فتعالى الله الملك الحق ولا تعجل بالقرآن من قبل أن يقضى إليك وحيه وقل رب زدني علما. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ ദീനി പഠിതാക്കളെ, തഫ്സീറുൽ ഖുർആൻ്റെ ക്ലാസ്സിലാണ് നമ്മളുള്ളത്. സൂറത്തു ഷംസ് അല്ലെങ്കിൽ സൂറത്തു വശംസി വളുഹേഹ എന്ന സൂറത്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ അതിലെ ആദ്യത്തെ 6 ആയത്തുകൾ നമ്മൾ മനസ്സിലാക്കി. അൽഹംദുലില്ലാ. ഇന്ന് 7ാമത്തെ ആയത്ത് മുതൽ നമുക്ക് മനസ്സിലാക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വനഫ്സിൻ വമാ സവ്വാഹാ. വനഫ്സിൻ അവിടെ ഓതുമ്പോൾ വനഫ്സിൻ അവിടെ ഇദ്ഗാമു ബിഗുന്നയാണ്. തൻവീനെ വാവിലേക്ക് ചേർത്ത് മണിച്ച് കട്ടിപ്പിച്ചോദണം. വനഫ്സിൻ. എന്താണ് അള്ളാഹു പറയുന്നത്? നഫ്സ് എന്ന് പറഞ്ഞാൽ ശരീരം അല്ലേ? നഫ്സ് എന്ന് പറഞ്ഞാൽ ശരീരം അല്ലെങ്കിൽ ആത്മാവ്, റൂഹി എന്ന അർത്ഥത്തിൽ നഫ്സ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നഫ്സ്, ആത്മാവ്, അത് തന്നെയാണ് സത്യം, അല്ലെങ്കിൽ ശരീരം തന്നെയാണ് സത്യം. വമാ സവ്വാഹ. സവ്വ എന്ന് പറഞ്ഞാൽ ശരിയാക്കുക, ശരിപ്പെടുത്തുക. സവാ എന്ന് പറയാറുണ്ടല്ലോ നമ്മൾ, സമമായത് എന്ന്. സവ്വ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്രിയയാണ്. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല അല്ലദീ ഖലഖ ഫസവ്വാ. അല്ലേ? മനുഷ്യനെ അല്ലെങ്കിൽ എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിക്കുകയും ഫസവ്വ അതിനെ ശരിപ്പെടുത്തുകയും ചെയ്ത. അപ്പോൾ ഇവിടെ വനഫ്സിൻ, നഫ്സിനെ തന്നെയാണ് സത്യം. വമാ സവ്വാഹ, അതിനെ ശരിപ്പെടുത്തിയ. മാ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒന്നുകിൽ മൗസൂലിയായ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഒന്നുകിൽ മൗസൂലിയായ മീം. അപ്പോൾ നഫ്സിനെ തന്നെയാണ് സത്യം, അതിനെ ശരിപ്പെടുത്തിയ ആ മഹാശക്തിയെയും അഥവാ അള്ളാഹുവിനെയും തന്നെയാണ് സത്യം. അല്ലെങ്കിൽ മസ്ദരിയായ മീം. അപ്പോൾ വനഫ്സിൻ, നഫ്സ് ആത്മാവ് തന്നെയാണ് സത്യം. വമാ സവ്വാഹ, അതിനെ ശരിപ്പെടുത്തിയ ആ രൂപം അല്ലെങ്കിൽ ആ ഒരു രീതി, ആ ഒരു വ്യവസ്ഥ തന്നെയാണ് സത്യം എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ നഫ്സി എന്നതും മുഅന്നസാണ്, സ്ത്രീലിംഗമാണ്. അതുകൊണ്ടാണ് സവ്വാഹ എന്നുള്ള ഉപയോഗിച്ചത്. അപ്പോൾ വനഫ്സിൻ, ആത്മാവ്, ശരീരം തന്നെയാണ് സത്യം. വമാ സവ്വാഹ, അതിനെ ശരിപ്പെടുത്തിയ ആ മഹാശക്തി അല്ലെങ്കിൽ അതിനെ ശരിപ്പെടുത്തിയ ആ രൂപം, അത് തന്നെയാണ് സത്യം. ഇവിടെ ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി ഇതിനെ വ്യാഖ്യാനിച്ചു പറയുന്നു, സവ്വാഹ ഖിൽഖതൻ വസവ്വാഹ ഫിത്റതൻ. ഇവിടെ മനുഷ്യനെ സൃഷ്ടിച്ച ആ ഒരു രൂപം, മനുഷ്യനെ ശരിപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ അവൻ്റെ ശരീരഘടന ശരിയാക്കി എന്നത് മാത്രമല്ല അർത്ഥം. സവ്വാഹ ഖിൽഖതൻ, അവൻ്റെ സൃഷ്ടിപ്പ് ശരിയാക്കി. അപ്പോൾ ഒരർത്ഥം അത് തന്നെയാണ്. എന്ത്? നമ്മുടെ സൃഷ്ടിപ്പ് ശരിപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ മറ്റ് ജീവജാലങ്ങളെ പോലെയല്ല നമ്മൾ, അല്ലെ? നമുക്ക് ഇരുകാലിൽ ഉയർന്നു നിൽക്കാൻ കഴിയും, നട്ടിൽ നിവർത്തി നിൽക്കുവാൻ കഴിയും, പിന്നെ നമ്മുടെ തല അത് നമുക്ക് സ്ട്രൈറ്റാക്കി പിടിക്കാൻ കഴിയും. മറ്റുള്ള ജീവജാലങ്ങൾ അവർക്ക് ഭൂമിയിലേക്കാക്കിയാണ് അവിടെ തല താഴ്ത്താക്കാക്കിയാണ് നിൽക്കാൻ കഴിയുന്നത്, നമുക്ക് നേരെ നിവർത്തി പിടിക്കുവാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ളവരോട് നമ്മുടെ മനസ്സിലുള്ള ആശയങ്ങൾ അത് സെൻറ്റൻസുകളാക്കിയിട്ട്, വാചകങ്ങളാക്കിയിട്ട് നമുക്ക് മറ്റുള്ളവരിലേക്ക് കൈമാറുവാൻ സാധിക്കുന്നു. നമുക്ക് ബുദ്ധിയുണ്ട്, നമുക്ക് വിവേകമുണ്ട്. ഇതെല്ലാം നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഘടനയാണ്. നമ്മൾ സൂറത്ത് തീന് പഠിച്ചപ്പോൾ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം എന്ന ആയത്തിൽ അത് വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അതോടൊപ്പം ചേർത്ത് പറയുന്നു, സവ്വാഹ ഫിത്റതൻ, മനുഷ്യൻ്റെ പ്രകൃതിയെയും ഫിത്റത്തിനെയും അള്ളാഹു ശരിപ്പെടുത്തിയിരിക്കുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. സവ്വാഹ ഖിൽഖതൻ, മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ അത് ശരിയാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഖലഖ കുല്ല ഷൈഇൻ അലൽ വജ്ഹിൽ ലദി യുനാസിബുഹു വ യുനാസിബു ഹാലഹു, മനുഷ്യന് എങ്ങനെയാണോ അവന് യോജിക്കുന്ന രൂപം, അവൻ്റെ അവസ്ഥയ്ക്ക് എങ്ങനെയാണോ വേണ്ടത്, ആ രൂപത്തിൽ അവനെ ഉണ്ടാക്കിയിരിക്കുന്നു. ഖാല അല്ലാഹു തആല, അള്ളാഹു പറഞ്ഞത് അല്ലദീ അഅ്താ കുല്ല ഷൈഇൻ ഖൽഖഹു, അള്ളാഹു എല്ലാത്തിനും അതിൻ്റേതായ സൃഷ്ടിപ്പ് നൽകി. വകദാലിക സവ്വാഹു ഫിത്റതൻ, ഇപ്രകാരം തന്നെ അള്ളാഹു നമ്മുടെ പ്രകൃതിയെയും നന്നാക്കിയിരിക്കുന്നു, ശരിയാക്കിയിരിക്കുന്നു. വലാ സിയമൽ ബശർ, പ്രത്യേകിച്ച് മനുഷ്യൻ്റെ. ഫഇന്നല്ലാഹ തആല ജഅല ഫിത്റതഹും ഫിൽ ഇഖ്ലാസ് വത്തൗഹീദ്, മനുഷ്യൻ്റെ ഫിത്റത്തിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഖ്ലാസിനാലും തൗഹീദിനാലും ഊട്ടപ്പെട്ടതാക്കിയിരിക്കുന്നു.
അഥവാ ഓരോ മനുഷ്യനും ഓരോ കുട്ടിയും ജനിച്ചു വീഴുമ്പോൾ അവൻ്റെ പ്രകൃതി, അവൻ്റെ ശുദ്ധ പ്രകൃതി എങ്ങനെയാണ്? അത് തൗഹീദും ഇഖ്ലാസും ഈമാനുമൊക്കെ നിറഞ്ഞതാണ്. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, കുല്ലു മൗലൂദിൻ, എല്ലാ കുട്ടികളും ജനിക്കുന്നത് എങ്ങനെയാണ്? അലൽ ഫിത്ര, ഫിത്രത്തിലായിക്കൊണ്ടാണ്, ശുദ്ധ പ്രകൃതിയിലായിക്കൊണ്ടാണ്. ഫിത്രത്ത് അല്ലാഹില്ലത്തി ഫത്തറന്നാസ അലൈഹ, അള്ളാഹു എല്ലാവർക്കും നൽകിയിട്ടുള്ളൊരു ഫിത്രത്തുണ്ട്. അതെന്താണ്? അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ ഒന്നിനെയും ശിർക്ക് ചേർക്കാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അറിഞ്ഞുകൊണ്ട് ജീവിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി മാത്രം ഇബാദത്തുകൾ ചെയ്യുന്ന രൂപത്തിൽ ജീവിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലാത്ത ഒരാൾക്കും ഇബാദത്ത് നൽകാൻ പാടില്ല. റിയാ കടന്നു വരാൻ പാടില്ല. ഇഖ്ലാസ് ഉള്ളവരായിരിക്കണം, ഈമാൻ ഉണ്ടായിരിക്കണം, യഖീൻ ഉണ്ടായിരിക്കണം, മഅരിഫത്ത് ഉണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള ശുദ്ധ പ്രകൃതിയിലായിക്കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ കുട്ടികളെയും ജനിപ്പിക്കുന്നത്. ഖലഖ്തു കുല്ല ഇബാദി ഹുനഫ, എല്ലാ അള്ളാഹിൻ്റെ സൃഷ്ടികളെയും ജനിപ്പിച്ചത് ഹുനഫാക്കളായിക്കൊണ്ടാണ്. പക്ഷേ പിന്നീട് പിശാചുക്കൾ റസൂൽ പറഞ്ഞതുപോലെ അവരുടെ മാതാപിതാക്കൾ ലയുമജ്ജിസാനിഹി വയുഹവ്വിദാനിഹി വയുനസ്വിറാനിഹി, മജൂസിയാക്കുന്നതും ക്രിസ്ത്യാനിയാക്കുന്നതും ജൂതനാക്കുന്നതൊക്കെ അവൻ്റെ മാതാപിതാക്കളും പിന്നീട് അവൻ്റെ ചുറ്റുപാടുകളുമൊക്കെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവൻ്റെ ഫിത്രത്ത് ശരിയാക്കി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അല്ലേ? ആ ഫിത്രത്തിൽ നന്മ മാത്രമാണുള്ളത്. അതുകൊണ്ടല്ലേ ഒരു ചെറിയ കുട്ടിയോട് നമ്മൾ ഒരു നന്മ പറഞ്ഞാൽ അതവന് പ്രാവർത്തികമാക്കുവാൻ വളരെ എളുപ്പമാണ്. റോട്ടിലൊരാൾ യാചിക്കുന്നത് കാണുമ്പോൾ നമ്മളൊരു 10 രൂപ നൽകിയിട്ട് മോനെ അയാൾക്ക് കൊണ്ടുപോയി കൊടുക്കുമെന്ന് പറഞ്ഞാൽ കുട്ടി ആവേശത്തോടു കൂടി അത് കൊണ്ടുപോയി കൊടുക്കും. മോനെ നീ സത്യം മാത്രം പറയണമെന്ന് പറഞ്ഞാൽ കുട്ടിക്കത് വളരെ ആവേശകരമാണ്. എന്നാൽ തിന്മ ചെയ്യാൻ പറഞ്ഞാലോ കുട്ടിക്കത് പ്രയാസമായി തോന്നുന്നു. ഒരു പാവപ്പെട്ട മനുഷ്യനെ കാണുമ്പോൾ മോനെ നീ അവനെ പോയി 2 അടി കൊടുക്കുക എന്ന് പറഞ്ഞാൽ കുട്ടിക്കത് പ്രയാസമായി തോന്നുന്നു. മോനെ നീ ഇനി കളവ് മാത്രം പറയണമെന്ന് പറഞ്ഞാൽ കുട്ടിക്കത് പ്രയാസമായി തോന്നുന്നു. അതുകൊണ്ടല്ലേ പല മാതാപിതാക്കളും മോനെ ഉപ്പ ഇവിടെ ഇല്ല എന്ന് അയാളോട് പോയി പറയുമെന്ന് പറഞ്ഞാൽ കുട്ടി അല്പം പോയിട്ട് എന്താ പറയുക, ഉപ്പ ഇവിടെ ഇല്ല എന്ന് പറയാൻ പറഞ്ഞു കേട്ടോ എന്ന് പറയും. അതാണ് കുട്ടികൾ, അവരുടെ ഹൃദയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഊട്ടപ്പെട്ട ആ ഫിത്രത്ത്, ശുദ്ധ പ്രകൃതിയാണ് അത്. അപ്പോൾ അതിനെ ശരിയാക്കി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ക്രിസ്ത്യാനികൾ അവരുടെ വിശ്വാസം എന്താണ്? എല്ലാ ആളുകളും ജനിക്കുന്നത് പാപികളായിക്കൊണ്ടാണ്, പിന്നീട് അവരുടെ യേശുവാണ് അവരെ പാപമുക്തമാക്കുന്നത് എന്നാണ്. എന്നാൽ ഇസ്ലാം പറയുന്നത് എല്ലാവരും ജനിക്കുന്നത് ശുദ്ധ പ്രകൃതിയിലാണ്. അതാണ് വനഫ്സിൻ വമാ സവ്വാഹ, അള്ളാഹു ശുദ്ധ പ്രകൃതിയെ അത് നമുക്ക് ശരിയാക്കി തന്നിട്ടുണ്ട്. ഇതിന് അടുത്ത ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ. ഫഅൽഹമഹ, എന്നിട്ട് അൽഹമഹ, ഇൽഹാം എന്ന് പറഞ്ഞാൽ തോന്നിപ്പിക്കുക, ഹൃദയത്തിൽ തോന്നിപ്പിക്കുന്നതിനെയാണ് ഇൽഹാം. ഇവിടെ അൽഹമ എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്ത് ചെയ്തു? തോന്നിപ്പിച്ചു. അതിനെ അഥവാ നഫ്സിന്, അള്ളാഹു നഫ്സിനെ ശരിപ്പെടുത്തി സൃഷ്ടിച്ച് ശരിയാക്കി, എന്നിട്ട് അള്ളാഹു അൽഹമഹ, അതിനെ തോന്നിപ്പിച്ചു കൊടുത്തു. അഥവാ ഹൃദയത്തിന് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തു, തോന്നിപ്പിച്ചു കൊടുത്തു. അതിനെ അറിയാവുന്ന രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ അറിയിച്ചു കൊടുത്തു. എന്ത്? ഫുജൂറഹ, ഫുജൂർ എന്ന് പറഞ്ഞാൽ തെമ്മാടിത്തം, തോന്നിവാസം. ഫുജൂറഹ, അതിൻ്റെ ആ നഫ്സിൻ്റെ തോന്നിവാസം എന്താണ്, ആ നഫ്സിൻ്റെ ദുഷ്ടത എന്താണ്, ആ നഫ്സിൻ്റെ തെമ്മാടിത്തം എന്താണ് എന്നൊക്കെ, അഥവാ എന്തൊക്കെ ചെയ്താലാണ് ഈ നഫ്സ് നശിച്ചു പോവുക, ഇത് തെമ്മാടിയായി പോവുക, ഇത് തോന്നിവാസിയായി പോവുക, ഇത് ദുഷിച്ചു പോവുക എന്നൊക്കെ അള്ളാഹു അതിന് തോന്നിപ്പിച്ചു കൊടുത്തു. വത്തഖ്വാഹ, അതിൻ്റെ തഖ്വയും അഥവാ അതിൻ്റെ സൂക്ഷ്മതയും, അതിൻ്റെ ഭയഭക്തി, എങ്ങനെയാണ് നഫ്സിനെ നന്നാക്കുക, എങ്ങനെയാണ് തഖ്വയിൽ അതിനെ നിലനിർത്തുക എന്നൊക്കെ രൂപത്തിലുള്ള നല്ല കാര്യങ്ങളും അള്ളാഹു ആ നഫ്സിന് തോന്നിപ്പിച്ചു കൊടുത്തു. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നു ഫൽ ഫുജൂറു മഅസിയത്തുല്ലാഹ്. എന്താണ് ഫുജൂർ എന്ന് പറഞ്ഞാൽ? മഅസിയത്തുല്ലാഹ്, അള്ളാഹുവിനെ ധിക്കരിക്കലാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ധിക്കാരം എന്തൊക്കെയാണ് എന്ന് നഫ്സിനെ അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തു. ഫകുല്ലു ആസിൻ ഫഹുവ ഫാജിർ, തെറ്റുകൾ ചെയ്യുന്നവരെല്ലാം തെമ്മാടികളാണ്. വത്തഖ്വ ത്വാഅത്തുല്ലാഹ്, നഫ്സിന് പഠിപ്പിച്ചു കൊടുത്ത തഖ്വ എന്താണ്? ത്വാഅത്തുല്ലാഹ്, അള്ളാഹുവിനുള്ള അനുസരണയാണ്. അപ്പോൾ അള്ളാഹുവിനെ എങ്ങനെ അനുസരിക്കണം എന്നതും അള്ളാഹു നഫ്സിനെ പഠിപ്പിച്ചു കൊടുത്തു. മുജാഹിദ് റഹ്മത്തുള്ളാഹി പറയുന്നു അറഫഹ ത്വരീഖൽ ഫുജൂരി വത്തഖ്വ വത്വാഅത്തി വൽ മഅസിയ. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണ് ഫുജൂറിൻ്റെ മാർഗം, എന്താണ് തഖ്വയുടെ മാർഗം, എന്താണ് ത്വാഅത്ത് അനുസരണയുടെ മാർഗം, എന്താണ് മഅസിയത്ത് തെറ്റിൻ്റെ മാർഗം, ഇതെല്ലാം നഫ്സിന് പഠിപ്പിച്ചു കൊടുത്തു എന്നാണ് ഉദ്ദേശം എന്ന് പറയുന്നു. ഫറാ റഹ്മത്തുള്ളാഹി പറയുന്നു ഫഅൽഹമഹ, അള്ളാഹു അതിനെ തോന്നിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അറഫഹ, അള്ളാഹു അതിനെ അറിയിച്ചു കൊടുത്തു. ത്വരീഖൽ ഖൈരി വ ത്വരീഖൽ ശർരി, ഷെറിൻ്റെ പാത ഏതാണ്, ഖൈറിൻ്റെ പാത ഏതാണ് എന്ന് അള്ളാഹു അതിനെ പഠിപ്പിച്ചു കൊടുത്തു. അപ്പോൾ നഫ്സിനറിയാം, നഫ്സിനറിയാം
അതൊരു വലിയ കാര്യമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഒരു തെറ്റ് നമ്മൾ ചെയ്താലും നമ്മുടെ നെഫ്സ് നമ്മളെ ആക്ഷേപിക്കും. നീ അത് ചെയ്യാൻ പാടില്ലായിരുന്നു, നീ അങ്ങോട്ട് നോക്കാൻ പാടില്ലായിരുന്നു, നീ ആ സ്ത്രീയെ തൊടാൻ പാടില്ലായിരുന്നു, നീ നിൻ്റെ അയൽവാസിയോട് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, നിൻ്റെ ഉമ്മയല്ലേ അത്, നിൻ്റെ ഉപ്പയല്ലേ അത്, നിന്നെപ്പോലുള്ള ഒരാൾ അങ്ങനെ സംസാരിക്കാൻ പാടില്ല. ഇത് നമ്മുടെ നെഫ്സ് നമ്മളൊരു തെറ്റ് ചെയ്താൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നീ ആ കണ്ടത് കാണാൻ പാടില്ലായിരുന്നു, നീ ആ കേട്ടത് കേൾക്കാൻ പാടില്ലായിരുന്നു. നമ്മുടെ നെഫ്സ് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞാണ്. ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ. ആക്ഷേപിക്കുന്ന മനസ്സിനെ കൊള്ളെ ഞാനിതാ സത്യം ചെയ്തു പറയുന്നു എന്ന് അല്ലാഹു പറഞ്ഞതാണ്. അപ്പോൾ ആക്ഷേപിക്കുന്നൊരു മനസ്സുണ്ട് അല്ലേ? അതെന്താ? നെഫ്സിനറിയാം സ്വർഗമുണ്ട്, നരകമുണ്ട്, ഇതൊക്കെയാണ് നന്മ, ഇതൊക്കെയാണ് തിന്മ. നെഫ്സിനറിയാം. നമ്മൾ മറന്നാലും നമ്മൾ അറിയാത്ത പോലെ അഭിനയിച്ചാലും നെഫ്സിന് ഉറപ്പാണ്. കാരണം അല്ലാഹ് പഠിപ്പിച്ചു കൊടുത്താണ്. ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ. അതുകൊണ്ട് നമ്മൾ എന്തൊരു തെറ്റ് ചെയ്താലും നമ്മുടെ നെഫ്സ് അതിങ്ങനെ വേദനിപ്പിച്ചു കൊണ്ടിരിക്കും നമ്മളെ. നമ്മൾ എന്തൊരു ത്വാഅത്ത് അനുസരണ ചെയ്താലും നമ്മുടെ നെഫ്സിന് സമാധാനം ലഭിക്കും. അതുകൊണ്ട് രാത്രി നമസ്കരിച്ച് കഴിഞ്ഞാൽ നമുക്ക് സമാധാനമാണോ തോന്നാറുള്ളത്? വാണ്ടിയില്ല എന്നാണോ തോന്നാറുള്ളത്? സമാധാനമാണ്. ഒരുപാട് കാലമായിട്ട് നമ്മളൊരു സുഹൃത്തിനോട് അങ്ങാടിയിൽ വെച്ച് വഴക്ക് കൂടി ബന്ധം പിരിച്ച് വീട്ടിലേക്ക് വന്നാൽ നമുക്ക് എന്താണ് തോന്നാറുള്ളത്? നന്നായി എന്നാണോ? അല്ല, വാണ്ടിയിരുന്നില്ല, ഒന്ന് ക്ഷമിച്ചാൽ മതിയായിരുന്നു എന്നാണ് നമുക്ക് തോന്നാറുള്ളത്. കാരണം നഫ്സിന് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തു എന്താണ് നല്ലത്, എന്താണ് തിന്മ. അതാണ് ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ. എന്നിട്ട് അള്ളാഹ് പറയുന്നു ഖദ് അഫ്ലഹ മൻ സക്കാഹ. മൻസ, അവിടെ മൻസ ഇഖ്ഫ ആണ്, മണിച്ചോദനം. ഖദ് അഫ്ലഹ, തീർച്ചയായും വിജയിച്ചിരിക്കുന്നു. ഖദ് തീർച്ചയായും, അഫ്ലഹ തീർച്ചയായും വിജയിച്ചിരിക്കുന്നു. മൻ ഒരുവൻ, ഒരുവൻ്റെ പ്രത്യേകത സക്കാഹ. സക്ക എന്ന് പറഞ്ഞാൽ പരിശുദ്ധിപ്പെടുത്തി, പരിശുദ്ധി പ്രാപിച്ചു. എന്തിനെ? അതിനെ, നെഫ്സിനെ. അപ്പം നെഫ്സിനെ പരിശുദ്ധമാക്കിയവൻ, തിന്മകളിൽ നിന്ന്, മ്ലേച്ഛതകളിൽ നിന്ന്, ഈ ഫുജൂറുകളിൽ നിന്ന് നെഫ്സിനെ പരിശുദ്ധപ്പെടുത്തിയവൻ, കളങ്കപ്പെടുത്താതെ അതിനെ നിഷ്കളങ്കമാക്കിയവൻ തീർച്ചയായും വിജയിച്ചിരിക്കുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇമാം ഷൗക്കാനി റഹ്മത്തുള്ളാഹി ഇതിനെ വ്യാഖ്യാനിച്ചു പറയുന്നു, ഖദ് ഫാസ മൻ സക്കാ നഫ്സഹു, തൻ്റെ നഫ്സിനെ പരിശുദ്ധപ്പെടുത്തിയവൻ വിജയിച്ചിരിക്കുന്നു. വ അൻമാഹ, അതിനെ വളർത്തിയവൻ അഥവാ ദീനിയായിട്ട് അതിനെ പോഷിപ്പിച്ചവൻ. വ അലാഹ, അതിനെ ഉന്നതി പ്രാപിപ്പിച്ചവൻ. ബിത്തഖ്വ, തഖ്വ കൊണ്ട് നഫ്സിനെ പരിശുദ്ധപ്പെടുത്തുകയും നഫ്സിനെ പരിപോഷിപ്പിക്കുകയും ചെയ്തവൻ വിജയിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഇബ്നു അശൂർ റഹ്മത്തുള്ളാഹി പറയുന്നു, അഫ്ലഹ മൻ സക്കാ നഫ്സഹു, നഫ്സിനെ തസ്കിയത്ത് ചെയ്തവൻ വിജയിച്ചിരിക്കുന്നു. വത്തബഅ മാ അൽഹമഹുല്ലാഹു മിനത് തഖ്വ, അല്ലാഹു തഖ്വയും അതുപോലെ തന്നെ ഫുജൂറും അതിനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. ആ തഖ്വ ആരാണോ പിൻപറ്റി ജീവിക്കുന്നത് അവൻ തീർച്ചയായും വിജയിച്ചിരിക്കുന്നു. അവൻ നഫ്സിന് എപ്പോഴും സമാധാനം ലഭിക്കാൻ അള്ളാഹുവിൻ്റെ ഇൽഹാം, ആ ബോധനം, തഖ്വക്ക് അടിസ്ഥാനത്തിലുള്ള ബോധനം പിൻപറ്റി ജീവിച്ചാൽ മതി. ഹൃദയത്തിന് സമാധാനം ലഭിക്കും. അതോടൊപ്പം തന്നെ അവന് പരലോകത്ത് സ്വർഗം ലഭിക്കും. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഖദ് ഖാബ മൻ ദസ്സാഹ. വഖദ് ഖാബ മൻ ദ, ഇഖ്ഫ ആണ്, മൻ ദ മണിച്ചോദനം. വഖദ് ഖാബ, തീർച്ചയായും, ഖാബ എന്ന് പറഞ്ഞാൽ നാശമടങ്ങിയിരിക്കുന്നു, നശിച്ചു പോയിരിക്കുന്നു. ഖൈബത്ത് നശിച്ചു പറയാം, ഖാബ നശിച്ചു പോയിരിക്കുന്നു, നാശമടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ കളങ്കപ്പെടുത്തുന്നതിനൊക്കെയാണ് ഖാബ എന്ന് പറയാം. മൻ ഒരുവൻ, അവൻ്റെ പ്രത്യേകത ദസ്സാഹ, അവൻ അതിനെ ദസ് ചെയ്തിരിക്കുന്നു. എന്താ ദസ് എന്ന് പറഞ്ഞാൽ? കളങ്കപ്പെടുത്തുക. ഖാബ എന്ന് പറഞ്ഞാൽ നശിച്ചു പോവുക, നിർഭാഗ്യമടയുക. കളങ്കപ്പെടുത്തുക എന്നുള്ളത് ഖാബക്ക് അർത്ഥമില്ല, ദസ്സാഹ എന്നുള്ളതിനാണ് കളങ്കപ്പെടുത്തുക എന്നുള്ള അർത്ഥം. അസ്തഗ്ഫിറുല്ലാഹ്. അപ്പോൾ വഖദ് ഖാബ, തീർച്ചയായും നാശമടങ്ങിയിരിക്കുന്നു, ദൗർഭാഗ്യവാനായിരിക്കുന്നു. ആര്? മൻ ദസ്സാഹ, ആ നഫ്സിനെ കളങ്കപ്പെടുത്തിയവൻ. ദസ് എന്ന് പറഞ്ഞാൽ മുഫസ്സിരീങ്ങൾ പറയുന്നു അലല്ലഹ വ അഗ്വാഹ, അതിനെ വഴിപിഴപ്പിക്കുക, അതിനെ ആ ഫുജൂറിൻ്റെ മാർഗത്തിലൂടെ കൊണ്ടുപോവുക. അവൻ തീർച്ചയായും നാശമടങ്ങിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ശരിയാക്കേണ്ടത് നമ്മുടെ റൂഹിനെയാണ്, നമ്മുടെ നഫ്സിനെയാണ്, നമ്മുടെ ഖൽബിനെയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകി യൻദുറു ഇലാ ഖുലൂബിക്കും വ അഅമാലിക്കും. ആദ്യം അള്ളാഹു നോക്കുന്നത് ഖുലൂബിലേക്കാണ്. അപ്പോൾ അതാണ് നന്നാക്കേണ്ടത് ആദ്യം. അലാ ഇന്ന ഫിൽ ജസദി മുൽഗ ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലുഹു വ ഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു അലാ വഹിയൽ ഖൽബ്.
ഹൃദയം നന്നായാൽ എല്ലാവും നന്നാവുന്ന റസൂൽ പറഞ്ഞു. ഹൃദയം കേടുവന്നാൽ എല്ലാം കേടുവരും. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ വസക്കിഹ അൻത ഖൈറ മൻ സക്കാഹ. ഇത് പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ആതി നഫ്സി, അല്ലാഹു എൻ്റെ നഫ്സിനെ നീ നൽകണമേ, തഖ്വാഹ അതിൻ്റെ തഖ്വ നീ നൽകണമേ, വസക്കിഹ നീ അതിനെ പരിശുദ്ധപ്പെടുത്തണമേ. കാരണം അൻത ഖൈറ മൻ സക്കാഹ, പരിശുദ്ധപ്പെടുത്തുന്നവരിൽ ഏറ്റവും ഉത്തമൻ നീയാണല്ലാ, അതുകൊണ്ട് നീ അതിനെ പരിശുദ്ധപ്പെടുത്തണമേ. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹ എന്ന പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം നഫ്സ് പരിശുദ്ധപ്പെട്ടാൽ നമ്മൾ വിജയിച്ചു, നഫ്സ് കളങ്കപ്പെട്ടാൽ നമ്മൾ പരാജയപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നഫ്സിനെ വിജയിപ്പിക്കുമാറാകട്ടെ. തുടർന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, കദ്ദബത് സമൂദു ബിത്വഗ്വാഹ. കദ്ദബത്, കദ്ദബ എന്ന് പറഞ്ഞാൽ കളവാക്കി, കദിബ് കളവ്, അതിനാണ് കദ്ദബ കളവാക്കി. കദ്ദബത് സമൂദ്, സമൂദ് കളവാക്കിയിരിക്കുന്നു. എന്തുകൊണ്ട്? ബിത്വഗ്വാഹ, ത്വഗ്വ എന്ന് പറഞ്ഞാൽ തുഗ്യാൻ, അക്രമം. ത്വഗ്വാഹ അതിൻ്റെ അക്രമം കൊണ്ട്, അതിൻ്റെ ധിക്കാരം മൂലം അവരെന്ത് ചെയ്തിരിക്കുന്നു? കളവാക്കിയിരിക്കുന്നു. എന്താണ് സമൂദ് എന്ന് പറഞ്ഞാൽ? സമൂദ് എന്ന് പറഞ്ഞാൽ സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഗോത്രത്തിൻ്റെ പേരാണ്. സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഗോത്രം, അവരാണ് സമൂദ് ഗോത്രം. ആദ് സമൂഹം ഉണ്ടായിരുന്നല്ലോ, നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ സമൂഹത്തിന് ശേഷം വന്നവരാണ് ആദ് സമൂഹം, അഥവാ ഹൂദ് നബി അലൈഹി ഇസ്ലാം നബിയായിട്ട് റസൂലായിട്ട് ചെന്ന ഗോത്രമാണ് ആദ് സമൂഹം. അവർ അഹ്കാഫിലായിരുന്നു ജീവിച്ചിരുന്നത്. അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചു. റീഹുൻ സർസുർ, സൊർസൊറ എന്നുള്ള കൊടും കാറ്റുകൊണ്ട് അള്ളാഹു അവരെ നശിപ്പിച്ചു. അവരെ നശിപ്പിച്ചോടുകൂടി ആ നാട്ടിലുണ്ടായിരുന്ന വിശ്വാസികൾ അവർ രക്ഷപ്പെട്ടു. അവർ പിന്നീട് അഹ്കാഫിൽ നിന്ന് പലായനം ചെയ്ത് ഹിജാസിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക്, ഹിജാസിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് അഥവാ ഹിജർ എന്ന് പറയുന്ന ഭാഗത്തേക്കാണ് ഇവർ പോയത്. അവിടെയാണ് പിന്നീട് അവർ ജീവിക്കുന്നത്. സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഗോത്രമായ സമൂദ് ഗോത്രം. അവരവിടെ ജീവിക്കുമ്പോൾ അവരുടെ ധിക്കാരം മൂലം, അവർ ധിക്കാരികളായിരുന്നു, ആ ധിക്കാരം മൂലം അവരെന്ത് ചെയ്തു? അവർ കദ്ദബത്ത്, അവർ കളവാക്കി എന്നാണ് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെയും അതുപോലെ തന്നെ സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിനെയും പരലോകത്തെയും ഒക്കെ അവർ കളവാക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെക്കുറിച്ച് പറഞ്ഞിരുന്നല്ലോ, എന്താണ്? സമൂദല്ലദീന ജാബു സ്വഖ്റ ബിൽ വാദ്, സൂറത്തുൽ ഫജ്റിൽ അല്ലാഹു പറഞ്ഞില്ലേ, അവരെന്താണ്? താഴ്വരകൾ പോലും അവർ തുരക്കുന്നതാണ് കൈകൾ കൊണ്ട്, അത്രയും ശക്തിയുള്ളവരായിരുന്നു അല്ലേ? താഴ്വരകളിലെ പാറകൾ അവർ തുരക്കും. അപ്പോൾ ഈ സമൂദ് ഗോത്രം കളവാക്കി. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഇതിംബഅസ അഷ്ഖാഹ. ഇതിംബ, ഇതിംബ അവിടെ ഇഖ്ലാബാണ്, നൂനിന് പകരം മീം ആക്കിയിട്ട് ഓതണം. ഇതിംബ ബഅസ അഷ്ഖാഹ. എന്താ ഇതെന്ന് പറഞ്ഞാൽ? സന്ദർഭം. ഇതെന്ന് പറഞ്ഞാൽ സന്ദർഭം. ഇംബഅസ, ബഅസറ നിയോഗിച്ചു. ഇംബഅസ, ഇംബഅസ എന്ന് പറഞ്ഞാൽ ഒരു ദൗത്യത്തിന് വേണ്ടിയിട്ട് നിയുക്തമാക്കുക, ഒരാളെ നിയുക്തമാക്കുക, ഒരാളെ അതിനു വേണ്ടി അയക്കുക, അതിനു വേണ്ടി ഒരാൾ എഴുന്നേറ്റ് ഒരുമ്പെട്ട് റെഡിയായി പോവുക, അതാണ് ഇംബഅസ. ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എഴുന്നേറ്റ് അല്ലെങ്കിൽ അതിനു വേണ്ടി തയ്യാറായിട്ട് അതിനുവേണ്ടി നിയുക്തനായിട്ട് ഒരാൾ റെഡിയാവുക. ഇതിംബഅസ, അങ്ങനെ നിയുക്തമായ സന്ദർഭം, അങ്ങനെ എഴുന്നേറ്റ നിയുക്തനായ സന്ദർഭം. ആര്? അഷ്ഖാഹ, അതിലെ അഥവാ സമൂദ് ഗോത്രത്തിലെ അഷ്ഖ, ഏറ്റവും ദൗർഭാഗ്യവാൻ. ഷക്കാവത്ത് ദൗർഭാഗ്യം, സആദത്ത് നിലയിൻ്റെ ഓപ്പോസിറ്റ്. അഷ്ഖ ഏറ്റവും ദൗർഭാഗ്യവാൻ. അപ്പോൾ ആ ഗോത്രത്തിലെ ഏറ്റവും ദൗർഭാഗ്യവാനായ ഒരു മനുഷ്യൻ, അവൻ നിയുക്തനായ, അവൻ ഒരുമ്പെട്ട, അവൻ എഴുന്നേറ്റ സന്ദർഭം. ഇംബഅസ എന്ന് പറഞ്ഞാൽ മുഫസ്സിറുകൾ പറയുന്നു ഇൻത്വലഖ ബിസ്സുർഅ, എന്താ? വളരെ പെട്ടെന്ന് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ചാടി എഴുന്നേൽക്കുക അല്ലെങ്കിൽ പോവുക, അതാണ്. അപ്പോൾ ആ ഗോത്രത്തിൽ ഏറ്റവും ദൗർഭാഗ്യവാൻ അയാൾ ആരായിരുന്നു? ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്നു അഷ്കൽ ഖബീല, ആ ഗോത്രത്തിൽ തന്നെ ഏറ്റവും ദൗർഭാഗ്യവാനാണ് ആ മനുഷ്യൻ. ഹുവ ഖുദാർ ഇബ്നു സാലിഫ്, ഖുദാർ ഇബ്നു സാലിഫ് എന്നാണ് ആ മനുഷ്യൻ്റെ പേര്. വകാന ഹാദർ റജുലു അസീസൻ ഫീഹിം, ആ ഗോത്രത്തിലെ ഏറ്റവും പ്രതാപശാലിയായിരുന്നു അയാൾ. ഷരീഫൻ ഫീ ഖൗമിഹി, ആ ഗോത്രത്തിലെ ഏറ്റവും മാന്യൻ അല്ലെങ്കിൽ ആളുകൾക്ക് വേണ്ടപ്പെട്ട ആളായിരുന്നു അദ്ദേഹം. നസീബൻ റഈസൻ, നല്ല കുടുംബ പരമ്പരയുള്ള നല്ല നേതാവായിരുന്നു അദ്ദേഹം. മുത്വാഅൻ, ആളുകൾ അയാളെ അനുസരിച്ചിരുന്നു, ആളുകളാൽ അനുസരിക്കപ്പെട്ടിരുന്ന ഒരാളായിരുന്നു ഖുദാർ ഇബ്നു സാലിഫ്. ഇയാളാണ് ചാടി എഴുന്നേറ്റത്. എന്തിനു വേണ്ടിയാണ് എഴുന്നേറ്റത്? നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിന് മൂസത്തായി നൽകിയ ഒട്ടകത്തെ അറുക്കാൻ വേണ്ടിയാണ്. നഊദു ബില്ലാഹ്.
സ്വാലിഹ് നബി അലൈഹി സ്വലാം ദഅവത്ത് ആരംഭിച്ചു. ദഅവത്ത് ആരംഭിച്ചപ്പോൾ അവർ പറഞ്ഞു, സ്വാലിഹ് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു മുഴുസത്ത് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പാറയുടെ ഉള്ളിൽ നിന്ന് സ്വാലിഹ് നബി അലൈഹി സ്വലാം ഒരു വലിയ ഒട്ടകത്തെ കൊണ്ടുവന്നു. ആ ഒട്ടകത്തിനെയാണ് ഇവർ അറക്കാൻ വേണ്ടി ശ്രമിച്ചത്. ആ ഒട്ടകത്തിൻ്റെ ഒരു പ്രത്യേകത അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആയത്തിൽ പറയുന്നു, ഫഖാല ലഹും റസൂലുള്ളാഹി നാഖത്തല്ലാഹി വസുഖിയാഹാ. ഫഖാല ലഹും അവരോട് പറഞ്ഞു. ഫഖാല ആ ഒട്ടകം വന്നു, അപ്പോൾ പറഞ്ഞു, ലഹും അവരോട്. ആരോട്? സമൂദ് ഗോത്രത്തോട് പറഞ്ഞു. ആര് പറഞ്ഞു? റസൂലുള്ള, അവരിലെ റസൂൽ, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു. അതാരായിരുന്നു? അവരിലെ റസൂൽ സ്വാലിഹ് നബി. സ്വാലിഹ് നബി അലൈഹി സ്വലാം അള്ളാഹുവിൻ്റെ റസൂലായിരുന്നു. അദ്ദേഹം അവരോട് പറഞ്ഞു, നാഖത്തല്ലാ, ഇത് എന്താണ്? അള്ളാഹുവിൻ്റെ ഒട്ടകമാണ്. ഇത് അള്ളാഹുവിൻ്റെ ഒട്ടകമാണ്, അതുകൊണ്ട് അതിനെ സൂക്ഷിക്കണം എന്നർത്ഥത്തിലാണ് അദ്ദേഹം പറയുന്നത്. ഇത് അള്ളാഹിൻ്റെ ഒട്ടകമാണ്. വസുഖിയാഹ, അതിൻ്റെ വെള്ളം കുടിയേയും നിങ്ങൾ സൂക്ഷിക്കണം, അഥവാ അതിനൊരു പ്രശ്നവും വരുത്തരുതേ എന്നാണ് പറയുന്നത്. നാക്കത്തൽ, അള്ളാഹുവിൻ്റെ ഒട്ടകം. അങ്ങനെ അള്ളാഹുലേക്കൊരു വസ്തുവിനെ ഇലാഫത്ത് ചേർത്ത് പറഞ്ഞാൽ അതിന് ഗൗരവമുണ്ട്. ഇപ്പോൾ റസൂൽ പറഞ്ഞു ഷഹറുല്ല, അള്ളാഹുവിൻ്റെ മാസം. അതേതാ? മൊഹറാണ്. ബാക്കിയൊക്കെ അള്ളാഹിൻ്റെ മാസം തന്നെയാണ്. പക്ഷേ മൊഹറത്തിനെ പ്രത്യേകം അങ്ങനെ പറഞ്ഞതുകൊണ്ട് മൊഹറത്തിന് പവിത്രത ലഭിച്ചു. ബൈത്തുള്ള, അള്ളാഹിൻ്റെ വീട്. അതേതാ? പള്ളികളെല്ലാം അള്ളാഹിൻ്റെ വീടാണ്. പക്ഷേ ബൈത്തുള്ള എന്ന് പറഞ്ഞാൽ കഅബയാണ്. അപ്പോൾ അത് പ്രത്യേകം മഹത്വമുണ്ട് അല്ലേ? അതേപോലെ റസൂലുള്ള, അള്ളാഹുവിൻ്റെ റസൂല്, പ്രത്യേക മഹത്വമുണ്ട്. അതേപോലെ അള്ളാഹ് പറഞ്ഞ നാക്കത്തുള്ള, അള്ളാഹുവിൻ്റെ ഒട്ടകം അല്ലേ? അപ്പോൾ എന്താണ്? ഈ ഒട്ടകത്തിന് പ്രത്യേകത ഉണ്ട്. അതുകൊണ്ട് സ്വാലിഹ് നബി പറയാൻ നാക്കത്തുള്ള, ഇത് അള്ളാഹിൻ്റെ ഒട്ടകമാണ്, അതുകൊണ്ട് നല്ലോണം സൂക്ഷിക്കണം, ഇതിമ്മങ്ങൾ കളിക്കാൻ നിൽക്കണ്ട. വസുഖിയാഹ, അതിൻ്റെ വെള്ളം കുടിയേയും അതിന് നിങ്ങൾ ഭംഗം വരുത്താൻ നിൽക്കണ്ട, അതിന് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട. എന്താണ് വെള്ളം കുടി? ആ നാട്ടിലെ ആൾക്കാർക്ക് വെള്ളം എടുക്കാൻ ഒരു നദി അല്ലെങ്കിൽ ഒരു പുഴ, ഒരു കുളം, ഒരു കിണറൊക്കെയാണ് ഉണ്ടായിരുന്നത്, ഒറ്റൊന്ന്. അപ്പോൾ ഈ ഒരു വ്യവസ്ഥ വെച്ചു, ഒട്ടകം വെള്ളം കുടിക്കാൻ വരുന്നെന്ന് ആളുകൾ ആരും വെള്ളത്തിൽ എടുക്കാൻ വരരുത്. പിറ്റേ ദിവസം ഒട്ടകം അങ്ങോട്ട് വരില്ല, അപ്പോൾ ആൾക്കാരും വരാൻ നിൽക്കരുത്. അങ്ങനെ ദിവസം ഇവർ നിശ്ചയിച്ചു. അതാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. മുഫസ്സിരീങ്ങൾ പറയുന്നു, ഖാല ലഹും നാഖ, അള്ളാഹുവിൻ്റെ ഒട്ടകം എന്ന് പറഞ്ഞാൽ നാക്കത്ത് അള്ളാഹ് എന്ന് പറഞ്ഞല്ലോ. എന്താ അതിൻ്റെ ഉദ്ദേശം? ദറൂ നാക്കത്തല്ല, നിങ്ങൾ അള്ളാഹുവിൻ്റെ ഒട്ടകത്തെ വിടണേ, അതിനെ നിങ്ങൾ ഉപദ്രവിക്കാൻ നിൽക്കരുതേ എന്നാണ് അർത്ഥം. ഫദറൂഹ തഅകുൽ ഫി അർളില്ല, അള്ളനെ പറഞ്ഞല്ലേ, നിങ്ങളതിനെ വിട്ടേക്കുക, അത് ഭൂമിയിലൂടെ തിന്നങ്ങനെ അത് ജീവിച്ചു കൊള്ളും. ഉത്രുക്കുന്നാക്കത്ത, നിങ്ങളതിനെ ഉപേക്ഷിച്ചല്ല, നിങ്ങളതിനെ എന്ത് ചെയ്യണ്ട, നിങ്ങളെല്ലാ തഖ്തുലൂഹ, നിങ്ങളതിനെ കൊല്ലരുത്, അല്ലെങ്കിൽ നിങ്ങളതിനെ ഉപദ്രവിക്കരുത്. ലാ തതഅറളൂ ലഹാ ബിസൂഇൻ, നിങ്ങളതിനെ ഒരു മോശമായ രൂപത്തിൽ അതിനെ നിങ്ങൾ സമീപിക്കരുത്. വലാക്കിൻ കാനത്തിൻ നതീജതു ബിൽ അക്സ്, എന്നാൽ എന്തായിരുന്നു റിസൾട്ട്? അള്ളാഹ് പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അല്ലെങ്കിൽ സ്വാലിഹ് നബി അലൈഹി സ്വലാം താക്കീത് നൽകിയതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് റിസൾട്ട് സംഭവിച്ചത്. എന്താ? അവർ ഉപദ്രവിച്ചു അല്ലേ? അതാണ് അടുത്ത ആയത്തിൽ അള്ളാഹ് പറയുന്നത്, ഫകദ്ദബൂഹു ഫഅഖറൂഹാ ഫദംദമ അലൈഹിം റബ്ബുഹും ബിദംബിഹിം ഫസവ്വാഹാ. അവിടെ ഓതുമ്പോൾ റബ്ബുഹും ബി, അവിടെ നമ്മൾ മണിച്ചോദനം, ബിദംബി, ബിദംബി ഇഖ്ലാബാണ് മണിച്ചോദനം, അവിടെ രണ്ടിടത്തും മണിച്ചോദനം. എന്താ അള്ളാഹ് പറഞ്ഞത്? ഫകദ്ദബൂഹു, കദ്ദബ കളവാക്കി, ഫകദ്ദബൂഹു അവർ അവനെ കളവാക്കി, അഥവാ സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഗോത്രം സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിനെ വ്യാജമാക്കി, കളവാക്കി. അദ്ദേഹം പറഞ്ഞത് ചെവി കൊണ്ടില്ല. ഫഅഖറൂഹ, അഖറ എന്ന് പറഞ്ഞാൽ അറുകൊല ചെയ്യുക. സാധാരണ നമ്മളൊരു വസ്തുവിനെ കൊല്ലണതിന് കത്തല എന്നാണ് പറയുക, അല്ലെങ്കിൽ അറക്കണതിന് ദബഹ നഹറ എന്നൊക്കെ പറയാം. അഖറ എന്ന് പറഞ്ഞാൽ കുത്തി കുത്തി അറുകൊല ചെയ്ത് കൊല്ലുക, സാധാ കൊല്ലല്ല. ഫഅഖറൂഹ, അവർ അതിനെ അങ്ങനെ അറുകൊല ചെയ്തു. ആ ഒട്ടകത്തെ അവരെന്ത് ചെയ്തു? ഒരാൾ ചാടി എഴുന്നേറ്റില്ലേ, ആര്? ഖുദാർ ബിൻ സാലിഫ്, ആ മനുഷ്യൻ ഖുദാർ ബിൻ സാലിഫ്, അയാൾ എഴുന്നേറ്റ് അയാൾ എന്ത് ചെയ്തു? ആ ഒട്ടകത്തെ കൊന്നു. പക്ഷേ ഇവിടെ അയാൾ മാത്രം കൊന്നത് അല്ലേ? ഈ ഖുദാർ ബിൻ സാലിഫ് മാത്രമാണ് ഒട്ടകത്തിനെ കൊന്നത്. പക്ഷെ അള്ളാഹ് പറഞ്ഞത് എങ്ങനെ? അഖറൂഹ, അവർ അതിനെ കൊന്നു എന്നാണ്. അതെന്താ അള്ളാഹ് അങ്ങനെ പറഞ്ഞത്? അതിന് കാരണം പണ്ഡിതന്മാർ പറയുന്നത്, ഖുദാർ ബിൻ സാലിഫാണ് വധിച്ചത് എങ്കിലും എല്ലാവരുടെയും സമ്മതത്തോടെയാണ് ഇയാൾ ഇത് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും കൊന്ന പോലെയാണ്. അപ്പോൾ തെറ്റിന് കൂട്ടു നിൽക്കുന്നതും തെറ്റ് ചെയ്തവനെ പോലെയാണ്, ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഫകദ്ദബൂഹു ഫഅഖറൂഹ, അവർ അദ്ദേഹത്തെ കളവാക്കി, അവർ അതിനെ അറുകൊല ചെയ്തു. ഫദംദമ അലൈഹിം റബ്ബുഹും ബിദംബിഹിം ഫസവ്വാഹ. അപ്പോൾ എന്താ ഉണ്ടായത്? ഫദംദമ, ഉന്മൂലനാശനം വരുത്തുന്നതിനെയാണ്, അഥവാ എല്ലാവരും തുടച്ചു നീക്കണതിനെയാണ് ദംദമ എന്ന് പറയാം. ഫദംദമ അലൈഹിം, അപ്പോൾ അവരുടെ മേൽ ഉന്മൂലനാശം സംഭവിച്ചു. ഉന്മൂലനാശം
അഥവാ അവരെ മുഴുവൻ മൂടുന്ന രൂപത്തിലുള്ള ഒരു ശിക്ഷ അള്ളാഹു അവർക്ക് നൽകി. ആരാ നൽകിയത്? റബ്ബുഹും, അവരുടെ റബ്ബ് നൽകി. എന്തുകൊണ്ടാണ് നൽകിയത്? ബിദംബിഹിം, അവരുടെ പാപം കാരണം. എന്താണ് പാപം? അവർ സ്വാലിഹ് നബി അലൈഹി സ്വലാം പറഞ്ഞത് കേട്ടില്ല, ഒട്ടകത്തെ കൊന്നു. ഈ ഒരു പാപം കാരണം അവരുടെ റബ്ബ് അവരുടെ മേൽ ഉന്മൂലനാശം അല്ലെങ്കിൽ അവരാകെ മൂടുന്ന ഒരു ശിക്ഷ എന്ത് ചെയ്തു? അല്ലാഹു സുബ്ഹാനഹു വ തആല നടപ്പിലാക്കി. ഫസവ്വാഹ, എന്നിട്ട് അത് സമമാക്കി, അഥവാ നിരത്തി, അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തോ ഒരാളെയും ഒഴിവാക്കാതെ എല്ലാവർക്കും ആ ശിക്ഷ അള്ളാഹു സമമായിട്ട് നൽകി എന്നർത്ഥം. വലാ യഖാഫു ഉഖ്ബാഹ, എന്താ? വലാ യഖാഫു ഉഖ്ബാഹ, വലാ യഖാഫു, അവൻ ഭയപ്പെട്ടിരുന്നില്ല. ഖാഫ യഖാഫ് പറഞ്ഞാൽ ഭയപ്പെടുന്നു. ലാ യഖാഫു, ഭയപ്പെട്ടിരുന്നില്ല. ആര്? അള്ളാഹു. അള്ളാഹു ഭയപ്പെട്ടിരുന്നില്ല. ഉഖ്ബാഹ, ഉഖ്ബ പറഞ്ഞാൽ എന്താ? അനന്തരഫലം. അഖിബ് പറഞ്ഞാൽ പിന്നാലെ വരിക. ഉഖ്ബാഹ, അതിൻ്റെ ആ ശിക്ഷയുടെ അനന്തരഫലത്തെ, അതിൻ്റെ പര്യവസാനത്തെ അവൻ അള്ളാഹു ഭയപ്പെടുകയും ചെയ്തിട്ടില്ലായിരുന്നു. എന്താണ് ആ പറഞ്ഞത്? അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവരെ നശിപ്പിച്ചു പൂർണ്ണമായിട്ട്. നശിപ്പിച്ചാൽ നമ്മൾ ഇപ്പോൾ ഒരു രാജാവാണെങ്കിൽ പോലും ഒരു രാജാവ് ഒരു രാജ്യത്തെ പോയി യുദ്ധം ചെയ്താൽ ആ രാജാവിനൊരു പേടി ഉണ്ടാവും. ഇവർ തിരിച്ച് അറ്റാക്ക് ചെയ്യുമോ, ഇവർ പ്രതികാരം വീട്ടുമോ എന്നൊക്കെ ഒരു പേടി രാജാവിനുണ്ടാവും. അള്ളാഹ്ക്ക് ഇവരെ നശിപ്പിച്ചപ്പോൾ ഇവരിങ്ങി തിരിച്ച് അള്ളാഹിനെ അറ്റാക്ക് ചെയ്യുന്ന അള്ളാഹ്ക്ക് പേടിയുണ്ടോ? വലാ യഖാഫു ഉഖ്ബാഹ, അള്ളാഹ്ക്ക് അങ്ങനത്തെ ഒരു പേടി ഉണ്ടായിരുന്നില്ല. അതല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം, ഒരു രാജാവ് ഒരു രാജ്യത്തെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ രാജ്യത്തെ പൂർണ്ണമായി തുടച്ചു നീക്കിയാൽ സ്വാഭാവികമായും ആ രാജാവിന് പിന്നെ വരാൻ പോകുന്ന ചില പ്രതിസന്ധികളുണ്ട്. ആ രാജ്യത്ത് പിന്നെ ആരും സഹായിക്കാനില്ല. ആ രാജ്യം പൂർണ്ണമായി തകർന്നു പോയാൽ തങ്ങളുടെ രാജ്യത്തിനും അത് പ്രശ്നം വരും എന്ന രൂപത്തിൽ, അല്ലെങ്കിൽ അവിടുത്തെ തലമുറ പൂർണ്ണമായി നശിച്ചു പോകുമോ എന്നൊക്കെയുള്ള ആശങ്കകൾ രാജാവിനുണ്ടാകും. എന്നാൽ അള്ളാഹു ഇവരെ നശിപ്പിച്ചപ്പോൾ ഇനി അങ്ങനത്തെ ഒരു ആശങ്ക പോലും അള്ളാഹുവിനില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും കഴിവുള്ളവനാണ്. വലാ യഖാഫു ഉഖ്ബാഹ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് ആ രൂപത്തിൽ അതിൻ്റെ അനന്തര ഫലത്തെക്കുറിച്ചോ അതിൻ്റെ പര്യവസാനത്തെക്കുറിച്ചൊന്നും അള്ളാഹു ഭയപ്പെട്ടിരുന്നില്ല എന്നാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, അഷ്ഖൽ അവ്വലീന ആഖിറുന്നാഖ, പൂർവികരിൽ ഏറ്റവും ദൗർഭാഗ്യവാൻ സ്വാലിഹ് നബി അലൈഹി സ്വലാമിൻ്റെ ഈ ഒട്ടകത്തെ കൊന്ന വ്യക്തിയാണ്, അഥവാ ഖുദാർ ഇബ്നു സാലിഫാണ്. വ അഷ്ഖൽ ആഖിരീൻ, ഈ അവസാന കാലഘട്ടത്തിൽ ഏറ്റവും ദൗർഭാഗ്യവാനായ വ്യക്തി അല്ലദീ യത്അനുക യാ അലി, അലി നിന്നെ കുത്തുന്ന, നിന്നെ ദ്രോഹിക്കുന്ന ആ ആളാണ്. വ അഷാറ ഇലാ ഹൈസു യത്അൻ, അലി റളിയല്ലാഹു അൻഹുവിന് കുത്തുകൊള്ളുന്ന ആ ഭാഗം, വെട്ടേൽക്കുന്ന ആ ഭാഗം പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു കൊടുത്തു. അലി റളിയല്ലാഹു അൻഹു മരണപ്പെട്ടത് എങ്ങനെയാണ്? അദ്ദേഹത്തിൻ്റെ തല രണ്ടായിട്ട് പിളർന്നിട്ടാണ്. അബ്ദുല്ലാഹി ഇബ്നു മുൽജിം ലഅനത്തുള്ള എന്ന വ്യക്തി അലി റളിയല്ലാഹു അൻഹുവിനെ വധിച്ചതാണ്. അപ്പോൾ റസൂൽ പറയുന്നത്, ഈ കാലഘട്ടത്തിൽ ആഖിരീങ്ങളിൽ ഏറ്റവും ദൗർഭാഗ്യവാൻ അലി, നിന്നെ ആ വെട്ടുന്ന വ്യക്തിയുമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സ്വഹീഹായ ഹദീസ് നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇതാണ് സൂറത്തു ഷംസുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത ക്ലാസ്സിൽ സൂറത്തുൽ ബലദ് നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കുവാനും ഹക്കിൻ്റെ ആളുകളോടൊപ്പം ചേർന്ന് നിൽക്കുവാനും ബാത്തുൽ ബാത്തുലായി മനസ്സിലാക്കാനും അതിൻ്റെ ആളുകളിൽ നിന്ന് വിട്ടു നിൽക്കുവാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.